അസ്സലാമു അലൈക്കും. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു മീൻപീരയുടെ വീഡിയോ ആണ്. വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് നമുക്കൊരു മീൻപീര ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 8-10 ചെറിയുള്ളി, അതുപോലെ തന്നെ 2 കഷ്ണം ഇഞ്ചി, ഒരു 6-7 വെളുത്തുള്ളി, പിന്നെ നമ്മുടെ പച്ചമുളക് ചെറുതായി ഒരെണ്ണം ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് പച്ചമുളക് കൂട്ടാം. പിന്നെ ഞാനൊരു 1/2 കപ്പ് തേങ്ങ അതുപോലെ ചിരവിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇനി ഇതിലേക്ക് വേണ്ടത് കരിവേപ്പിൻ്റെ ഇലയാണ്. അപ്പം ഞാനിതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 2 കരിവേപ്പിൻ്റെ ഇലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. എന്നിട്ട് അതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്നും കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു ചട്ടി എടുത്ത് നമ്മൾ കട്ടാക്കി വെച്ചിട്ടുള്ള മത്തിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് നമുക്കിതുപോലെ ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള തേങ്ങാക്കൂട്ടും കൂടെ ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഇട്ട് കൊടുക്കാം. ശേഷം ഞാൻ ആ മിക്സി ഒന്ന് കഴുകി ഒരല്പം വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് കരിവേപ്പിൻ്റെ ഇലയും അതുപോലെ തന്നെ 1 ടീസ്പൂൺ കോക്കനട്ട് ഓയിലും അത്യാവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് നമ്മുടെ ഈ മീനുമായിട്ട് നമുക്ക് ഈ തേങ്ങ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മീൻ ഉടയാതെ വേണം നമ്മളത് മിക്സ് ചെയ്യാൻ. മീനിനകത്തൊക്കെ പിടിക്കുന്ന രീതിയിൽ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇത് അടച്ച് വെച്ച് കുക്ക് ചെയ്യണം. ഇനി നമുക്കിതിലേക്ക് കൊടുമ്പുളി ഉണ്ടെങ്കിൽ അത് ഉണ്ടാവണം ഏറ്റവും നല്ലത്. ഇല്ലെങ്കിൽ നമ്മുടെ വാളംപുളി ഇതുപോലെ ഒന്ന് ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കാം. ശേഷം ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വറ്റി വരുന്ന സമയത്ത് ഈ പുളി നമുക്കിതിൽ നിന്ന് മാറ്റിയെടുക്കാം. ഇനി പുളി കുറവാണെങ്കിൽ ഇതിലേക്ക് ഒരല്പം വെള്ളം ആ പുളി തന്നെ ഒന്ന് പിഴിഞ്ഞൊഴിച്ചാൽ മതി. പുളി ഉണ്ടെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ സ്പൂണൊക്കെ വെച്ച് മിക്സ് ചെയ്യുമ്പോൾ ഇത് ഉടയാൻ ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം, ഉടയാതെ നോക്കാം. അപ്പോൾ നമ്മുടെ മീൻപീര ഇവിടെ റെഡി ആയിട്ടുണ്ട്. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും താങ്ക്